ഏറ്റവും നൂതനമായ ടെക്നോളജിയിലൂടെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡും അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് യൂണിഫോം ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റ് നിർമ്മിക്കുന്ന ഒരു രീതിയാണ് റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, റീനാഷണൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. പൊതുവേ നമ്മുടെ വീടുകളുടെയൊക്കെ കോൺക്രീറ്റിങ് നടക്കുന്ന സമയത്ത് ഒരു മിക്സിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് അത് ലിഫ്റ്റോ അല്ലെങ്കിൽ മാനുവലിയോ നമ്മൾ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതവിടെ ലേ ചെയ്തിട്ട് വൈബ്രേറ്റർ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കോൺക്രീറ്റിങ് നടക്കുക. അതേസമയം ഒരു റെഡിമിക്സ് കോൺക്രീറ്റിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ബാച്ചിങ് പ്ലാന്റിലായിരിക്കും ഈ കോൺക്രീറ്റിൻ്റെ മിക്സിങ് നടക്കുക. ഈ കോൺക്രീറ്റിലെ സിമൻറ്റും എംസാൻഡും ഈ മിറ്റിലും എല്ലാം പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ബാച്ചിങ് പ്ലാന്റിൽ നിന്ന് ട്രാൻസിറ്റ് മിക്സർ വഴി, അതായത് നമ്മൾ കാണുന്ന റെഡിമിക്സിൻ്റെ ട്രക്ക് വഴി സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും ഈ കോൺക്രീറ്റിങ്ങിൻ്റെ ഒരു രീതി നടക്കുക. ഈ റെഡിമിക്സ് കോൺക്രീറ്റിങ്ങിൻ്റെ ഈ ബാച്ചിങ് പ്ലാന്റിൽ ഈ കോൺക്രീറ്റിൻ്റെ മിക്സിങ് നടക്കുമ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും, അതായത് എംസാൻഡും മിറ്റിലും അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന വെള്ളവും എല്ലാം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് ഇതെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും ഈ റെഡിമിക്സ് കോൺക്രീറ്റിങ്ങിൻ്റെ ഇതിനകത്ത് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുക. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ കോൺക്രീറ്റിനേക്കാളും പൊതുവേ ക്വാളിറ്റി കൂടുതലായിരിക്കും റെഡിമിക്സ് കോൺക്രീറ്റിന്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്തിട്ട് റെഗുലറായിട്ട് അങ്ങനെ ആ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെയായിരിക്കും ഈ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോർമൽ ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ മിക്സിംഗ് റേഷ്യോ നമ്മൾ അതിൻ്റെ വോളിയം വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബാഗ് സിമെൻറ്റിന് ഇത്ര കൊട്ട എംസാൻഡ് അല്ലെങ്കിൽ ഇത്ര കൊട്ട മിറ്റിൽ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ ഈ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അതേസമയം നമ്മൾ ഈ റെഡിമിക്സ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ ബാച്ചിങ് പ്ലാന്റിൽ ഇതിൻ്റെ റേഷ്യോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ്. ഈ ബാച്ചിങ് പ്ലാന്റിൽ ഈ മിക്സിങ് നടക്കുന്നത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ M20 ഗ്രേഡ് ആണെങ്കിൽ അതിന് പ്രീസെറ്റ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഈ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി, അതായത് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മൾ വെയിറ്റ് വെച്ചിട്ട് ഈ ഒരു മെറ്റീരിയലിൽ എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് ഡിസൈഡ് ചെയ്ത് അതുപോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ മിക്സിങ് നടക്കുമ്പോൾ അതിൻ്റെ മിക്സിംഗ് റേഷ്യോ പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി നമ്മൾ നോർമലി മിക്സ് ചെയ്ത് അല്ലെ മെഷീൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന കോൺക്രീറ്റിനേക്കാളും ക്വാളിറ്റി കൂടുതലായിരിക്കും ഈ റെഡിമിക്സ് കോൺക്രീറ്റിന്. അതുപോലെ തന്നെ ഈ റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിക്ക് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന അഡ്മിക്ചേഴ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഇപ്പം ഈ റെഡിമിക്സ് കോൺക്രീറ്റിൽ അതിൻ്റെ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്തെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവായിരിക്കും. അതായത് നോർമൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്താലേ ആവശ്യത്തിന് വർക്കബിലിറ്റി കിട്ടും ഈ അഡ്മിക്ചേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേനും ഈ ഇങ്ങനെ ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റിന് ഈ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമ്മൾ നോർമലി മിക്സ് ചെയ്യുമ്പോഴത്തേന് കോൺക്രീറ്റിങ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, അത് പണിക്കാർക്ക് അത് എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന എളുപ്പത്തിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോർമലി കുറച്ച് കൂടുതലായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഈ അഡ്മിക്സേഴ്സ്, ഈ റെഡിമിക്സ് കോൺക്രീറ്റിൽ നമ്മൾ അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് വർക്കബിലിറ്റി കിട്ടും. ഇത്തരത്തിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെ പ്രോപ്പറായിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റെഡിമിക്സ് കോൺക്രീറ്റിന് നോർമലി നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിന് പുറമെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റും സ്ലം കോൺ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റും വെയ്റ്റിൻ്റെ ടെസ്റ്റുമൊക്കെ ഈ ബാച്ചിങ് പ്ലാന്റിൽ വെച്ച് തന്നെ ചെയ്തിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാറുണ്ട്. നമ്മൾ ഈ കോൺക്രീറ്റ് ഈ ബാച്ചിങ് പ്ലാന്റിൽ മിക്സ് ചെയ്തതിന് ശേഷം ട്രാൻസിറ്റ് മിക്സറിലൂടെയാണ് നമ്മളിത് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി RMC പോകുന്ന വണ്ടികൾ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ആ വണ്ടീനെയാണ് ഈ ട്രാൻസിറ്റ് മിക്സർ എന്ന് പറയുന്നത്. ഈ ട്രാൻസിറ്റ് മിക്സർ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അത് ത്രൂ ഔട്ട് അതിൻ്റെ ട്രാവലിംഗ് ത്രൂ ഔട്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കോൺക്രീറ്റിനെ അതിൻ്റെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് കോൺക്രീറ്റ് സെറ്റ് ആവാതെ അതിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മിക്സർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സൈറ്റിലെത്തിയതിന് ശേഷം ഈ RMC പമ്പ് ഉപയോഗിച്ചിട്ട് ഇത് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നോർമൽ കോൺക്രീറ്റിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ കോൺക്രീറ്റ് ആണ് എന്നുള്ളതാണ്.
ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ നോർമലി ഒരു കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ മിക്സിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ബാഗ് സിമെൻ്റ് ആയിരിക്കും നമ്മൾ ഒരു ടൈം മിക്സ് ചെയ്യുന്നത്. അങ്ങനെ പല ബാഗ് പല സമയത്തായിട്ട് മിക്സ് ചെയ്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് മുകളിൽ എത്തിച്ചിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ മിക്സിങ്ങിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വേരിയേഷൻ വരാം. അപ്പോൾ മിക്സിംഗ് റേഷ്യോ അല്ലെ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജും ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ത്രൂ ഔട്ട് യൂണിഫോം ആയിരിക്കില്ല. റെഡിമിക്സ് കോൺക്രീറ്റിനെ സംബന്ധിച്ച് അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽസ് ഈ കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് വേണ്ടി വരില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മൾ നോർമൽ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം സിമെൻറ്റും എംസാൻഡും അതുപോലെ തന്നെ മിറ്റിലും ഒക്കെ ഇറക്കി ഇടാനായിട്ട് ഒരുപാട് സ്ഥലം വേണ്ടി വരും. ഇപ്പം സ്ഥലപരിമിതി ഉള്ള ഇപ്പോൾ സൈറ്റുകളിൽ നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മെറ്റീരിയൽ സ്റ്റോറേജിന് വേണ്ടി ഒരു സ്ഥലം നീക്കി വെക്കേണ്ടി വരില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ലേബർ വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ കോൺക്രീറ്റിൽ നമുക്ക് ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ അത് ചുവന്ന് മുകളിൽ എത്തിക്കാനും അതിനുവേണ്ടി ഒരുപാട് ലേബേഴ്സ് ആവശ്യമായിട്ട് വരും. റെഡിമിക്സ് കോൺക്രീറ്റിനെ സംബന്ധിച്ച് ഇത് ഡയറക്റ്റ് ട്രാൻസിറ്റ് മിക്സറിൽ വന്നിട്ട് അത് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നമുക്ക് മുകളിൽ കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ലേബറിനെ നമുക്ക് 80% വരെ ലാഭിക്കാനായിട്ട് പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റെഡിമിക്സ് കോൺക്രീറ്റിനെ ഒരു എക്കോ ഫ്രണ്ട്ലി കോൺക്രീറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന നോയിസ് പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും ഈ റെഡിമിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ബാച്ചിങ് പ്ലാന്റിൽ വെച്ചിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് സൈറ്റിൽ ഉണ്ടാവേണ്ട നോയിസ് പൊല്യൂഷനും അല്ലെ എയർ പൊല്യൂഷനും ഒക്കെ റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഇത്ര ക്വാണ്ടിറ്റി കോൺക്രീറ്റ് വേണം അല്ലെ നമ്മുടെ ഈ വാർക്കാൻ പോകുന്ന സ്ലാബ് അളന്നിട്ട് അതിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും ഈ പ്ലാന്റിൽ നിന്ന് നമ്മുടെ സൈറ്റിലേക്ക് വരിക. അപ്പം ഈ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ട്രാൻസിറ്റ് മിക്സറിലാണ് വരിക. അത് 9 m³ അല്ലെ 7 m³, 5 m³ അങ്ങനെ പല സൈസിലുള്ള വണ്ടികളിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ലാബിൻ്റെ വോളിയം കണക്ക് കൂട്ടിയിട്ട് എത്ര m³ കോൺക്രീറ്റ് നമുക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യം ക്വാണ്ടിറ്റിക്കുള്ള കോൺക്രീറ്റ് ആയിരിക്കും നമ്മുടെ സൈറ്റിലേക്ക് വരിക. അതേസമയം നമ്മൾ നോർമൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ സൈറ്റിൽ മാനുവലായിട്ട് സിമെൻറ്റും എംസാൻഡും മിറ്റിലും എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഒരു മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവും. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ലേ ചെയ്യുന്ന സമയത്തും മിക്സ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഒരു ക്വാണ്ടിറ്റി ഒരു 5% വരെയുള്ള ക്വാണ്ടിറ്റി വേസ്റ്റേജ് വരും. റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേസ്റ്റേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു നോർമൽ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയോ 3 മണിയോ ഒക്കെ കൂടിയേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം റെഡിമിക്സ് കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഫുൾ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമ്മൾ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പം നമ്മുടെ ഒരു ഇപ്പോൾ കാലാവസ്ഥ രീതി അനുസരിച്ച് ചിലപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യാനായിട്ടൊക്കെ ഉള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കവർ ചെയ്തിട്ടിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ മഴയൊക്കെ ഉണ്ടായാലും അത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കോൺക്രീറ്റിങ് ചെയ്യാനായിട്ട് ഈ റെഡിമിക്സ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നതിലൂടെ പറ്റും. ഇനി നമുക്ക് റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി കോൺക്രീറ്റ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ റെഡിമിക്സ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ ട്രാൻസിറ്റ് മിക്സറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ക്വാണ്ടിറ്റി 9 m³, 7 m³, 5 m³ ഒക്കെ ഉള്ള മിക്സറുകളിലാണ് ഇത് വരിക. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഇതിലും ഈ ക്വാണ്ടിറ്റിയിലും കുറവാണെങ്കിൽ നമുക്കത് സൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മാനുവലായിട്ട് അല്ലെങ്കിൽ മിക്സിംഗ് മെഷീൻ ഉപയോഗിച്ച് സൈറ്റിൽ തന്നെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഇത് ഒരു ബാച്ചിങ് പ്ലാന്റിൽ വെച്ചിട്ട് ഈ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബാച്ചിങ് പ്ലാന്റിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസിറ്റ് മിക്സർ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് സൈറ്റിലേക്ക് വരിക. അപ്പം ഇത് ബാച്ചിങ് പ്ലാന്റിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 210 മിനിറ്റിനുള്ളിൽ ഇത് സൈറ്റിലെത്തി ലേ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം നമ്മൾ വരുന്ന വഴിയിൽ ട്രാഫിക് ജാമോ അല്ലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഈ 210 മിനിറ്റിനുള്ളിൽ തന്നെ സൈറ്റിലെത്തി സൈറ്റിൽ ഡെലിവറി ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാച്ചിങ് പ്ലാനിൽ നിന്ന് കോൺക്രീറ്റ് സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് മിക്സറിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അത് ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ ഒരു പരിധിവരെ അഫക്റ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ റെഡിമിക്സ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയുടെ അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ഈ കമ്പനിയിലേക്ക് ഓർഡർ ചെയ്യുക. അത്തരത്തിൽ നമ്മൾ പ്രോപ്പറായിട്ടല്ല ഈ അളവ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒന്നെങ്കിൽ കൂടുതലായിട്ട് വരാം, അല്ലെങ്കിൽ തികയാതെ വരാം. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ തികയാതെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 MQ നമ്മുടെ ഏറ്റവും ചെറിയ വണ്ടി 5 MQ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലും താഴെയുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് വരുന്നതെങ്കിൽ നമ്മളത് അവസാനം മാനുവലായിട്ട് മിക്സ് ചെയ്തിടേണ്ട രീതിയിലേക്ക് വരും. അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ കണക്ക് കൂട്ടിയില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഈ റെഡിമിക്സ് കോൺക്രീറ്റ് നമ്മൾ ട്രാൻസിറ്റ് മിക്സറിൽ നിന്ന് പമ്പ് ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്. അത്തരത്തിൽ ഈ ഏറ്റവും അവസാനത്തെ സമയത്ത് നമ്മൾ പമ്പ് ചെയ്യുന്നതിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് നമ്മുടെ പമ്പിലൂടെയും അതുപോലെ തന്നെ പൈപ്പിലൂടെയും ഒക്കെ വേസ്റ്റ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ റെഡിമിക്സ് കോൺക്രീറ്റിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറയുകയുണ്ടായി. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഈ റെഡിമിക്സ് കോൺക്രീറ്റിൻ്റെ അതുപോലെ തന്നെ നോർമൽ കോൺക്രീറ്റിൻ്റെയും കോസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്